നമസ്കാരം, ഫോട്ടത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഫോട്ടോ എഡിറ്റിങ്ങിലോട്ട് വരുമ്പോൾ നിരവധി ഫോട്ടോ എഡിറ്റിംഗ് ആപ്പുകൾ ഉണ്ടെങ്കിലും ഫോട്ടോ എഡിറ്റിങ്ങിന് എൻ്റെ ഫേവറേറ്റ് ആപ്പ് ലൈറ്റ് റൂം തന്നെയാണ്. കാരണം ലൈറ്റ് റൂമിൽ നമുക്ക് കിട്ടുന്ന പോലെ കളർ ഗ്രേഡ് ചെയ്യാനും എക്സ്പോഷർ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യാനും ഒക്കെ ഉള്ള ഫീച്ചേഴ്സ് നമുക്ക് മറ്റ് ആപ്പുകളിൽ നിന്ന് അത്രത്തോളം ഫ്ലെക്സിബിളായിട്ട് നമുക്ക് കിട്ടാറില്ല. അപ്പോൾ കഴിഞ്ഞ 3-4 ഇയേഴ്സായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ലൈറ്റ് റൂം യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈയിടെയാണ് ഇതിൽ നമ്മുടെ റെഗുലർ വർക്ക് ഫ്ലോയിൽ നമ്മുടെ ശ്രദ്ധിക്കാത്ത വളരെ കുഞ്ഞു ചില ഫീച്ചേഴ്സ് എന്നാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ചില ഫീച്ചേഴ്സ് ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ഇന്നത്തെ ഫോട്ടത്തിൻ്റെ എപ്പിസോഡിൽ ലൈറ്റ് റൂമിലെ ചില പ്രോ ടിപ്സുകൾ, നമ്മൾ എഡിറ്റിങ്ങിനെ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചില ടിപ്സുകളാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ലൈറ്റ് റൂമിൽ നമ്മളൊരു ഫോട്ടോയിലെ കളർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് കളർ മിക്സ്. കളർ മിക്സിൽ നമ്മൾ നോർമലായിട്ടുള്ള ഒരു വർക്ക് ഫ്ലോ എന്ന് പറയുന്നത് നമ്മൾ കളർ മിക്സിൽ പോയിട്ട് ഒരു കളർ സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ താഴെ നമ്മൾ സ്ലൈഡേഴ്സ് ഉപയോഗിച്ചിട്ട് ഹ്യൂ, സാച്ചുറേഷൻ, അതുപോലെ തന്നെ ലൂമിനൻസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. എന്നാൽ ഇത് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാനും കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ചെയ്യാനുള്ള മറ്റൊരു ഓപ്ഷൻ നമുക്ക് ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മൾ മുകളിൽ നോക്കുകയാണെങ്കിൽ ടോപ്പിൽ ഒരു കുഞ്ഞു ബട്ടൺ ഉണ്ട്. നമ്മൾ പൊതുവേ അത് യൂസ് ചെയ്യാറില്ല. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ ആക്കുമ്പം നമ്മൾ എവിടെയാണോ ടച്ച് ചെയ്ത് ആ ഏരിയയുടെ കളറ്, അതുപോലെ തന്നെ ലൂമിനൻസ്, സാച്ചുറേഷൻ ഇത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓരോ സ്പെസിഫിക് ഏരിയ നമുക്ക് ടച്ച് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാവുന്നത് പോലെ തന്നെ ഫോട്ടോ എടുക്കാനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ആപ്പാണ് ലൈറ്റ് റൂം. നമ്മൾ പലപ്പോഴും നമ്മുടെ ഫോണുകളുടെ ചിലപ്പോൾ ക്യാമറ നല്ലതായിരിക്കും, എന്നാൽ അതിൻ്റെ ഇൻബിൽറ്റ് ക്യാമറ സോഫ്റ്റ്വെയർ ചിലപ്പോൾ നല്ലതായിരിക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് ആ ഹാർഡ്വെയർ നല്ലതായതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് ചിലപ്പോൾ നമുക്ക് കിട്ടാതെ പോകും. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന നല്ലൊരു ക്യാമറ ആപ്പാണ് ലൈറ്റ് റൂമിൻ്റെ. അപ്പോൾ ലൈറ്റ് റൂമിൽ നമുക്ക് ക്യാമറ ആപ്പിൽ ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്കതിലുള്ള പ്രോ മോഡ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. അപ്പോൾ ലൈറ്റ് റൂമിൽ നമ്മൾ ക്യാമറ എടുത്തിട്ട് അതിൽ നമ്മൾ പ്രോ മോഡിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഫ്ലെക്സിബിളായിട്ട് ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ISO അഡ്ജസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഷട്ടർ സ്പീഡ്, വൈറ്റ് ബാലൻസ് ഇതൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ ഏറ്റവും പവർഫുൾ ആക്കുന്ന മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് റോ ഇമേജുകൾക്ക് സമാനമായിട്ടുള്ള DNG ഫോർമാറ്റിൽ നമുക്ക് ചിത്രങ്ങൾ പകർത്താൻ പറ്റും. ഇപ്പോൾ DNG ഫോർമാറ്റിൽ പകർത്തുന്ന ചിത്രങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ടുള്ള ഒരു എഡിറ്റിംഗ് ഫ്ലെക്സിബിലിറ്റി നമുക്ക് ഇത്തരം ചിത്രങ്ങളിൽ ഉണ്ടാവും. കാരണം നമ്മൾ മറ്റ് JPEG-ൽ പകർത്തുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് കംപ്രസ്ഡ് ഫോർമാറ്റാണ്. എന്നാൽ നമുക്ക് DNG ഫോർമാറ്റിലുള്ള ചിത്രങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ലൈറ്റ് റൂമിനെ യൂസർ ഫ്രണ്ട്ലി ആക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് അതിൻ്റെ സ്ലൈഡർ ബേസ് ചെയ്തിട്ടുള്ള കൺട്രോൾ. അപ്പോൾ നമുക്ക് ഓരോ പാരാമീറ്റേഴ്സും സ്ലൈഡേഴ്സ് ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് അത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. എന്നാൽ നമുക്ക് ചില എഡിറ്റിംഗ് സിറ്റുവേഷൻ ഉണ്ടാകാറുണ്ട്. നമുക്കൊരു പൊടിക്ക് ഹൈലൈറ്റ്സ് കൂട്ടണം, അല്ലെങ്കിൽ ഒരു പൊടിക്ക് എക്സ്പോഷർ കൂട്ടണം. അത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ ചേഞ്ചസുകൾ നമുക്ക് ഈ സ്ലൈഡേഴ്സ് യൂസ് ചെയ്ത് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരം സിറ്റുവേഷനിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണ് നമ്മൾ ആ ഒരു ലൈനിൻ്റെ മുകളിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പോയിന്റ് വൈസ് ഉള്ള ചില യൂണിറ്റുകളിൽ നമുക്ക് ഈ വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എക്സ്പോഷർ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് 0.1 വാല്യൂ നമുക്ക് കൂടും. അത് ലെഫ്റ്റ് സൈഡ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ 0.1 വാല്യൂ കുറയും. കോൺട്രാസ്റ്റ് ആണെങ്കിൽ അത് 2 യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ കൂടുകയോ കുറയുകയോ ചെയ്യുന്നത്. അപ്പോൾ ഓരോ പാരാമീറ്റേഴ്സിനും അതിൻ്റെ വാല്യൂസ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പക്ഷേ വളരെ എളുപ്പത്തിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാല്യൂവിൻ്റെ സെൻറ്ററിൽ നമുക്കൊരു സർക്കിളുണ്ട്. ആ സർക്കിളിൽ ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതുവരെ ചെയ്ത അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ അൺഡു ചെയ്തിട്ട് വാല്യൂ നമുക്ക് പെട്ടെന്ന് 0യിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഒരു ചിത്രത്തിൻ്റെ എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട 2 സ്ലൈഡേഴ്സാണ് വൈറ്റ്സും ബ്ലാക്കും. ഇപ്പോൾ വൈറ്റ്സിൻ്റെ വാല്യൂ നമ്മൾ കൂട്ടിയിട്ട് ഒരു പോയിന്റിന് മുകളിൽ വൈറ്റ്സിൻ്റെ വാല്യൂ പോയാൽ എന്താണെന്ന് വെച്ചാൽ ആ ഏരിയ ബ്ലീച്ച് ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള ഡീറ്റെയിൽസ് നമുക്ക് മിസ്സാവും. അതേപോലെ തന്നെയാണ് ബ്ലാക്കിൻ്റെ കാര്യം. ബ്ലാക്കിൻ്റെ വാല്യൂ നമ്മൾ കുറച്ചിട്ട് ഒരു പോയിന്റിന് അപ്പുറം പോയി കഴിഞ്ഞാൽ അത് അബ്സല്യൂട്ട് ബ്ലാക്ക് ആയിട്ട് മാറും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയ മുഴുവൻ ഇരുണ്ടിട്ട് നമുക്ക് ആ ഏരിയയിലുള്ള ഡീറ്റെയിൽസുകൾ നമുക്ക് മിസ്സാവും. അപ്പം ഇത്തരത്തിൽ ബ്ലാക്കും വൈറ്റും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റിന് അപ്പുറത്തോട്ട് പോവാതെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ ഒരു പോയിന്റ് ഡിസൈഡ് ചെയ്യുക? അപ്പോൾ ആ ഒരു കാര്യത്തിന് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യം നമ്മൾ 2 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് ഈ വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു ചിത്രത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ വൈറ്റ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് 2 ഫിംഗേഴ്സ് വയ്ക്കുമ്പോൾ തന്നെ അത് കംപ്ലീറ്റ് ബ്ലാക്ക് ആയിട്ട് മാറും. അപ്പോൾ സ്ക്രീനിൽ നമ്മളത് വാല്യൂ ഇങ്ങനെ കൂട്ടി വരുമ്പം ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നമുക്ക് അവിടെ വൈറ്റ്സ് കൂടുതൽ കയറി വരുന്നതായിട്ട് കാണാം. വൈറ്റ്, ബ്ലൂ, റെഡ് ഒക്കെ വരും. എന്നാൽ ആ ഒരു പോയിന്റിനെ തൊട്ട് മുന്നേ
നമ്മൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സിമിലർലി നമ്മൾ ബ്ലാക്ക് ചെയ്യുമ്പോൾ, അപ്പം ബ്ലാക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ സ്ക്രീന് വൈറ്റ് ആയിട്ട് മാറും. എന്നിട്ട് നമ്മൾ വാല്യൂ കൂട്ടുന്നതിനനുസരിച്ച് നമുക്ക് അവിടെ യെല്ലോ, ഓറഞ്ച്, റെഡ്, ബ്ലൂ കളേഴ്സൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നത് കാണാം. അപ്പോൾ നമ്മൾ ആ ഒരു സ്പോട്ടുകൾ പൊന്തി വരുന്നതിൻ്റെ തൊട്ട് മുന്നേ, ജസ്റ്റ് മുന്നേ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും ബ്ലാക്കിൻ്റെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വാല്യൂ. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ബ്ലാക്കും വൈറ്റും വളരെ കൃത്യമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. GoPro ക്യാമറകളിൽ എടുക്കുന്ന ചിത്രങ്ങളെ ലുക്ക് ഇഷ്ടമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ചിത്രത്തിൻ്റെ എഡ്ജസ് ഒക്കെ കുറച്ച് ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ആ ഒരു വൈഡ് ആംഗിൾ ലെൻസ് കൊണ്ട് എടുത്ത ചിത്രങ്ങൾ അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ മൊബൈൽ ഫോണിൽ എടുത്ത ചിത്രങ്ങൾക്കും GoProയുടെ ലുക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ലൈറ്റ് റൂമിൽ ചെയ്യാം. അതിന് താഴെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഒപ്റ്റിക്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ലെൻസ് പ്രൊഫൈൽ കറക്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഓൺ ആക്കി വയ്ക്കാം. അപ്പോൾ തൊട്ട് താഴെ നമുക്ക് മാനുവലി സെലക്ട് എ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ നിന്ന് നമുക്ക് മെയ്ക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ GoPro എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്കിവിടെ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ചിത്രത്തിന് കുറച്ചുകൂടി ഒരു ഡിസ്റ്റോർഷൻ വന്നായിട്ട് ഫീൽ ചെയ്യുക. അതായത് ഒരു പരിധിവരെ നമുക്ക് ആ ഒരു GoProയുടെ ലുക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ആ ഡിസ്റ്റോർഷൻ നമുക്കിവിടെ താഴെ അഡ്ജസ്റ്റ് ചെയ്യാം. അതിന് വേണ്ടി ഒരു സ്ലൈഡർ ഉണ്ട്, അതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എത്രത്തോളം ഡിസ്റ്റോർഷൻ നമ്മുടെ ചിത്രത്തിന് വേണമെന്നുള്ളത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളൊരു ചിത്രം എഡിറ്റ് ചെയ്യുമ്പോൾ ഷാർപ്നെസ് കൂട്ടാറുണ്ട്. ഷാർപ്നെസ് കൂട്ടുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പൊതുവേ ഷാർപ്പനിങ് സ്ലൈഡർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് അതിൻ്റെ വാല്യൂ കൂട്ടും. അപ്പോൾ അത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചിത്രത്തിലുള്ള എല്ലാ പിക്സൽസും ഷാർപ്പൻ ചെയ്യും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിത്രത്തിന് കുറച്ചുകൂടി ഒരു ആർട്ടിഫിഷ്യൽ ലുക്കാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി അതിനൊരു നാച്ചുറൽ ലുക്ക് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ചിത്രത്തിലുള്ള സബ്ജക്റ്റുകളുടെ എഡ്ജസ് മാത്രം ഷാർപ്പായാൽ മതി, എല്ലാ പിക്സലും ഷാർപ്പ് ചെയ്യണമെന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഷാർപ്പനിങ് വാല്യൂ കൂട്ടിയതിന് ശേഷം തൊട്ട് താഴെ നമുക്ക് മാസ്കിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് മറ്റ് പിക്സൽസുകൾ ഒഴിവാക്കിയിട്ട് എഡ്ജസ് മാത്രം സെലക്ട് ചെയ്ത് ഷാർപ്പൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ 2 വിരൽ ഉപയോഗിച്ചിട്ട് ഈ വാല്യൂ നമുക്ക് പതുക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളത് കൂട്ടുന്നതിനനുസരിച്ച് സ്ക്രീനിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലുക്കായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് എഡ്ജസ് കൃത്യമായിട്ട് സെലക്ട് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് എഡ്ജസ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു ചിത്രത്തിലുള്ള സബ്ജക്റ്റുകളെ എഡ്ജസ് മാത്രം വളരെ കൃത്യമായിട്ട് നമുക്ക് ഷാർപ്പൻ ചെയ്യാൻ പറ്റും. ഈ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഐഡിയകളൊക്കെ ഉപയോഗിച്ചിട്ട് എഡിറ്റ് ചെയ്യുന്ന നിങ്ങളെ ബെസ്റ്റ് ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടത്തിനെ ടാഗ് ചെയ്യുക. അപ്പോൾ മികച്ച ചിത്രങ്ങൾ നമ്മൾ ഫോട്ടത്തിൻ്റെ സ്റ്റോറീസിൽ ഫീച്ചർ ചെയ്യുന്നതായിരിക്കും. അപ്പം വീണ്ടും പുതിയ ടെക്നിക്കുകളായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. സീ യു ഗൈസ്, ബൈ.